കൺപീലികളിൽ തങ്ങി. കണ്ണൻ്റെ പീലിയിലാണ് ആദ്യത്തെ മഴത്തുള്ളി വീണത്. കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി മാറിൽ പൊട്ടിപ്പടർന്നു ചിതറി മൃദുരോമങ്ങളിലിടറി. പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി. പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി സുന്ദരിയാക്കി. പനിനീർമഴ പൂമഴ തേന്മഴ. ഈ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ കാളിദാസനെ ഓർക്കുന്നത്. കുമാരസംഭവത്തിൽ ഒരു സർഗത്തിൽ കാളിദാസൻ ഈ പനിനീർ മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം ഉമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പാർവതി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. മകളെ അരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തരുത്? നീ ശിവനെ തപസ് ചെയ്യാൻ പോകാൻ പാടില്ല. കൈലാസത്തിൻ്റെ ഏതോ ഒരു താഴ്വരയിൽ വെച്ച് പാർവതി മാനസ സരോവരത്തിൽ കുളിക്കാൻ ചെന്നപ്പം ഒരു ഇടിമിന്നൽ പോലെ പരമേശ്വര പ്രഭുവിനെ കാണാണ്. കണ്ടപ്പോൾ പ്രഥമാനുരാഗം, പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനായി എന്ന് പറഞ്ഞ മാതിരി പ്രഥമ ദൃഷ്ട്യ അനുരാഗ വിവശയായി പാർവതി. അങ്ങനെ പാർവതിക്ക് ഭ്രമമായി. പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നാണല്ലോ ശാസ്ത്രം. അങ്ങനെ അന്വേഷിച്ചു പ്രണയായി. തപസ് തുടങ്ങി. പഞ്ചാഗ്നി മധ്യത്തിലാണ്. 4 ഭാഗത്തും തീയും മുകളിൽ ജ്വലിച്ചിരിക്കുന്ന സൂര്യനും. ഈ തപസ്സിൻ്റെ ഒരു മൂർധന്യതയിൽ തപസ്സിന് ഇറങ്ങാണ് വീട്ടിൽ നിന്ന് അമ്മയോട് അനുഗ്രഹം വാങ്ങി, അച്ഛനോട് അനുഗ്രഹം വാങ്ങി പഞ്ചാഗ്നി മധ്യത്തിലേക്ക് കൈലാസ സാനുവിലേക്ക് പോകുന്ന പാർവതിയോട് അച്ഛൻ വിളിച്ചു, ഉമാ ഉമാ മകളെ അരുത്, മകളെ അരുത്. അതാണ് പിന്നീട് പര്യായമായത്. പക്ഷേ മകൾ അച്ഛൻ്റെ ആ പിൻവിളിക്ക് കാതോർത്തില്ല. തപസ് ചെയ്തു. വർഷങ്ങളോളം തപസ് ചെയ്തപ്പോൾ ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് വേഷം മാറിയിട്ട് പാർവതിയെ കാണാൻ വരുന്നു. ഈ ശാഠ്യത്തിൻ്റെ മൂർധന്യതയിൽ പാർവതി വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവൾ വാടിയിരിക്കുന്നു താമരത്തണ്ട് പോലെ. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു മഴ പെയ്ച്ചു. ഒരു മഴ. ഇവിടെ ഈ 5 അഗ്നിയുടെ ചൂടിൻ്റെ നടുക്കിരിക്കുകയാണല്ലോ. അവളെ തണുപ്പിക്കണം, മനസ്സ് തണുപ്പിക്കണം, ശരീരം തണുക്കണം. അതാണ് ചികിത്സാശാസ്ത്രം. അതുപോലെ ഒരു മഴ കൊണ്ട് ശിവൻ പാർവതിയെ തണുപ്പിക്കുകയാണ്. പ്രഥമ ഉദക ബിന്ദവഹ എന്നാണ് കാളിദാസൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആദ്യത്തെ ഉദക ബിന്ദവഹ, വെള്ളത്തുള്ളി. ഈ മഴയിലെ ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം പക്ഷ്മസുതാടിതാധര പയോധരോത്സേധ നിവാദചൂർണിത വലീഷു തസ്യ സ്ഖലിതാ പ്രഭേദിരേ ചിരേണ നാഭിം പ്രഥമ ഉദക ബിന്ദവഹ. ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം, പക്ഷ്മം കൺപീലി, പക്ഷ്മം കൺപീലിയാണ്. അവിടുന്ന് സുതാടിതാധര, വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് മഴ വീണ്ടും കോരിച്ചൊരിഞ്ഞ് ഹിമാലയ ശൃംഗത്തിന് പെയ്യാൻ തുടങ്ങി. അത് പയോധരോത്സേധ നിവാദ ചൂർണിത, പയോധരത്തിലേക്ക് പാല് ധരിക്കുന്ന, അതായത് മുലകളിലേക്ക് വീഴുകയും അവിടുന്ന് ചിരേണ, പതുക്കെ ക്രമേണ നാഭിയിലേക്ക് വീഴുകയും അവിടെ ഒരു തടാകമാകുകയും ചെയ്യും. ആ കവിത കാളിദാസ സ്വാധീനം കൊണ്ട് വയലാർ ആ കവിത പരിഭാഷപ്പെടുത്തുകയല്ല, തൻ്റേതായ ഒരു വെളിച്ചം, ഒരു ടോർച്ച് കാളിദാസ കൃതിയിലേക്ക് അടിക്കുകയായിരുന്നു. പനിനീർമഴ പൂമഴ തേന്മഴ, മഴയുടെ വിശേഷണമായി. അത് കാളിദാസൻ്റേതില്ല. ഇത് വയലാറിൻ്റെ മഴകളാണത്. പനിനീരിൻ്റെ മഴയും പൂമഴയും തേന്മഴയും. വയലാർ മാത്രം മലയാള ചലച്ചിത്ര ഗാനത്തിലേക്ക് പെയ്ത മഴയാണ്. വേറെ ആരും ആ മഴ പെയ്തിട്ടില്ല. നമുക്ക് ഇനി അങ്ങനെ ഒരു മേഘത്തെ ഘനീഭവിപ്പിക്കാനും പറ്റില്ല. മഴയിൽ കുതിരുന്നൊരഴകേ, ആ മഴയിൽ കുതിർക്കുന്ന അഴകാണ്.
നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പുതിയും യൗവനമോ പണ്ട് ശ്രീ പാർവതിയെ പോലെ.